പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങളാണ് പ്രാധാന്യം കൊടുത്താൽ പ്രാർത്ഥിക്കണത്, അല്ലേ? അത് ഡ്രൈ കവനൻ്റാണ്, ഉണക്ക ഉടമ്പടി എന്ന് പറയും. നിയോഗം ഓൾറെഡി നിങ്ങൾ ദൈവത്തിൻ്റെ സമർപ്പിച്ചില്ലേ? അത് വെറുതെ കൊണ്ടുവന്ന് ഇട്ടിരിക്കണമല്ല, പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ എടുത്തിരിക്കണത്. ഇതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത്. നിങ്ങൾ ആര് വഴിയാണ് കൊടുത്തിരിക്കണത്? പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് നിങ്ങളുടെ കണ്ണീര് കൊടുത്തിരിക്കണത്. നിങ്ങൾ പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അമ്മയെടുത്ത് കൊടുത്തതൊക്കെ നിങ്ങൾ അംഗീകരിക്കണില്ല എന്നുള്ളതാണ്. ഒന്നൊക്കെ നിങ്ങൾക്ക് വിവരമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിഡ്ഢിവേഷം കെട്ടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെയല്ലേ പിന്നെയും പറയണത്. ഇത് ഡ്രൈ കവനൻ്റായിട്ട് വരും. കാര്യം വൺസ് നിങ്ങൾ ഒരിക്കൽ അമ്മയെടുത്ത് ഉടമ്പടി പ്രകാരം കൊടുത്ത കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥന പറയരുത്. നിങ്ങൾ ഉടമ്പടി ചെയ്ത കാര്യങ്ങൾ ദൈവം അംഗീകരിച്ചു, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയാക്കി. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അമ്മയോട്. അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞു, ഓൾറെഡി ഫയലിൽ ഇത്തരം സ്റ്റെപ്സേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്, അതിൽ നന്ദി പറയാം. നിങ്ങൾക്ക് നന്ദി പറയാം. അപ്പോൾ ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഇട്ട വിഷയങ്ങൾ വീണ്ടും തന്നെ ഈ താറാവ് സ്വരം ഉണ്ടാക്കുന്ന പോലെ കറകുറാന്ന് പറഞ്ഞ് എപ്പോഴും സ്വരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ തലക്ക് വട്ടാണെന്ന് ദൈവം വിചാരിക്കത്തുള്ളൂ. ഒന്നാമത് നിങ്ങൾ ചെയ്ത ഉടമ്പടിയിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല എന്ന കാര്യം നിങ്ങളെ ഏൽപ്പിച്ച ആളാരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അമ്മയെടുത്ത് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കണത്. രണ്ടാമത് അമ്മ അത് പാസ് ചെയ്യുന്ന അടുത്ത് ഈശോൻ്റെ അടുത്താണ്. ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാതെ ഈ ഉടമ്പടി മൂന്നാമത്തെ പുതുക്കിയാലും പിന്നെയും ആ നിയോഗത്തിനെ പറ്റി ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് എന്താണ് ഓർമ്മക്കുറവാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ ഒരിക്കലും ചെയ്യരുത് എൻ്റെ മക്കൾ. ഞാൻ പറയണത് ആ വിഷയം നിങ്ങൾ ഡീല് പോലും ചെയ്യരുത്. നിങ്ങൾ ഡീല് ചെയ്യേണ്ട വിഷയം എന്താണ്? ഫ്രഷ് കവനൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ്? നിങ്ങൾ ദൈവത്തോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്, നിബന്ധനകൾ. അതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ. ഈ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ നമുക്ക് ഒരു നിയമപരമായിട്ട് സാങ്കേതികമായിട്ട് ചെയ്യാം. അതിനാണ് ഡ്രൈ കവനൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു, അച്ഛൻ കൊച്ചി പോകാം, ഞാൻ പറഞ്ഞില്ല. അച്ഛൻ കൊച്ചി പോകാൻ പറഞ്ഞു, ഞാൻ കൊച്ചി പോയെന്ന് പറയത്തില്ല. അതുപോലെ ടെക്നിക്കലായിട്ട് നിങ്ങൾ ചെയ്യാം. ടെക്നിക്കലായിട്ട് ചെയ്താൽ ഉടമ്പടി ലാഗ് ചെയ്യും. ടെക്നിക്കലായിട്ടല്ലോ. കാര്യം ഉടമ്പടി ഒന്ന് പുതുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് ആ 30% ഈ വിഷയത്തിൽ ദൈവസ്നേഹം വളർന്നിരിക്കണം ആളിനെ. ഉടമ്പടി ഒന്ന് പുതുക്കിയെന്ന് പറഞ്ഞാൽ ആളിൻ്റെ ദൈവസ്നേഹം വളർന്നിരിക്കണം. ഈ കൗൺസിലേഴ്സിനൊക്കെ വെച്ചിരിക്കുന്നത് അത് അസസ് ചെയ്യാനാണ്. അല്ല നിങ്ങൾ കുമ്പസാരിച്ചാൽ കുർബാന സ്വീകരിച്ചാൽ നോക്കാനല്ല വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം അസസ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ദൈവസ്നേഹം നിങ്ങൾ വളർന്നോ. ദൈവസ്നേഹം വളർന്നോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സ്നേഹത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മളുടെ കയ്യിലല്ല. പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവസ്നേഹത്തിലൊരു വ്യക്തി വളരുമ്പോൾ ആ ദൈവസ്നേഹത്തിൽ വളരുന്നതിന് ആ ദൈവസ്നേഹത്തിലാണ്. നമുക്ക് ലോകസ്നേഹത്തിൽ വളരാം, വ്യക്തിസ്നേഹത്തിൽ വളരാം എന്നും. പക്ഷേ ദൈവസ്നേഹത്തിൽ വളരുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരുന്ന ദൈവസ്നേഹമാണ്. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 Corinthians 13:4. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ഫീച്ചർ. അതാണ് നിങ്ങൾ ഒന്ന് പുതുക്കി കഴിയുമ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കുഞ്ഞമ്മ, അന്നമ്മ, ആരാണെന്നെങ്കിലും എന്താണ് അന്നമ്മ? ദീർഘക്ഷമയും ദയയും ഉള്ളതാണെന്ന് പോയി പണി നോക്കാൻ പറയും. അതാണ് പ്രശ്നം. നമ്മളവിടെ സ്നേഹത്തിൻ്റെ പാലെല്ലാം നമ്മുടെ പേരെഴുതി വെക്കണം. ഭയങ്കര പാടാ. ഞാൻ നോക്കിയിട്ടുള്ളതാണ്. ഞാൻ തന്നെ പണി മേടിച്ചിട്ടുള്ളതാണിത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ഒരു ഒന്നാം പുതുക്കൽ കഴിയുമ്പോൾ നിങ്ങളെന്ത് ചെയ്യണത്? എനിക്ക് ഓഫർ ലെറ്റർ വന്നു, അതിനുശേഷം വിസ വന്നു, ടിക്കറ്റ് വന്നു. അതാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ നിരസ്ഥിതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് ദൈവം ബോറടിച്ച് നിങ്ങളെ പന്നിക്കാട്ടത്തിൻ്റെ വില പുലർത്താൻ തള്ളിക്കളഞ്ഞൊരു ചരക്കാണ് നിങ്ങൾ. കാര്യം എന്താ? ഈ പിശാചിന് ഇത് മാത്രമേ പറയാൻ അറിയാൻ പാടുള്ളൂ. ദൈവത്തെ സ്നേഹിക്കാനോ സ്നേഹത്തിൻ്റെ സുവിശേഷമോ സുവിശേഷ സാക്ഷ്യമോ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും ഒരു ബോധവും ഇല്ല. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ എഴുന്നേക്കണം, വൈകുന്നേരം എഴുന്നേക്കണം, വൈകുന്നേരം കിടക്കണം, ഇടയ്ക്ക് ഉപവസിക്കണം. ഇതാണ്. ഇത്രയും കുറേ കണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. സങ്കടം തോന്നും കേട്ട് കഴിഞ്ഞാൽ. അതായത് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കണില്ല എന്ന് തോന്നണേ. തന്നെയല്ല അച്ഛൻ്റെ ധ്യാനം കൂടാത്ത കുറേ ആൾക്കാരുണ്ട്. ശരിക്കും പുതുക്കാൻ വരുമ്പോൾ കൗൺസിലേഴ്സ് ശ്രദ്ധിക്കണം. ഞാൻ പറയുമ്പോഴേ എന്താ വെച്ചാൽ കൗൺസിലേഴ്സ് എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ധ്യാനം കൂടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ പുതുക്കി കൊടുക്കരുത്. പുതുക്കണ കാര്യമില്ല.
കാര്യം ഈ അപ്ഡേഷൻസ് എല്ലാം വരുന്നത് ഉടമ്പടി ധ്യാനത്തിലാണ് വരണത്. ഉടമ്പടി ധ്യാനത്തിലാണ്, ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനത്തിലാണ്, ഓൺലൈൻ ധ്യാനത്തിലാണ് ഉടമ്പടിയുടെ അപ്ഡേഷൻസ് വരണതും ഉടമ്പടിയുടെ ആൾക്കാരോട് ഈശോ സംസാരിക്കണതും അങ്ങനെയാണ്.